ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാവേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു കമൻറ്റ് ചെയ്ത ഒരാളെ തിരഞ്ഞെടുക്കും എന്നൊക്കെ. അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആൾക്കുള്ള ഗിഫ്റ്റാണിത് കേട്ടോ. രഹന എന്നാണ് അയാളുടെ പേര്. കൊല്ലത്താണ് കേട്ടോ വീട്. അപ്പോൾ നമുക്കിതൊന്നൊന്ന് അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് തന്നെയാണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തുള്ള ക്ലീനിങ് ആണ്, വീടിൻ്റെ പുറത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്താ പറയുക നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ വെറും കടലാസ് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ചെടികളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ വീടിരിക്കുന്ന സമയത്തൊക്കെ വീഡിയോസ് കണ്ടാലറിയാം, അകത്തും പുറത്തൊക്കെ ആയിട്ട് നിറയെ ചെടികളായിരുന്നു. പക്ഷേ ഞങ്ങൾ പുറത്ത് പോയി, നമ്മൾ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സൗദി പോയിട്ടൊക്കെ വന്ന് നനച്ചു കൊടുക്കും, അതിൻ്റെ നോട്ടൊക്കെ കുറഞ്ഞ കാരണം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ചെടികളൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ വെറും ഈ ഒരു ബൊഗൈൻവില്ല മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഒരു കളക്ഷൻ ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഒരു ഉഷാറില്ല തീരെ. അപ്പോൾ ഞാൻ ഇച്ചിരി എല്ലുപൊടിയും 18 കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഒന്നിലും പൊടി, മണ്ണ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മണ്ണും പിന്നെ കുറച്ച് ചകിരി ചോറ് വാങ്ങാൻ പോയില്ല എന്നല്ല, ഒരുപാട് ചകിരി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. തേങ്ങ ഒക്കെ പൊളിച്ചിട്ട് നമ്മൾ എന്താ പറയുക, തേങ്ങ എണ്ണ ആട്ടാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ചകിരിയുടെ ചോറുണ്ടാവുമല്ലോ, ചകിരിച്ചോറ് അതുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടിയിട്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് 2-3 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം അതിങ്ങനെ കൊത്തി നുറുക്കിയെടുത്തിട്ടാണ്. അപ്പോൾ അതും മണ്ണും പിന്നെ കുറച്ച് വെള്ളപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇതിൻ്റെ മേലെ കൂടെ വന്നിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി പൂണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്, എന്തോ എനിക്കറിയില്ല. ഞാൻ അതിനങ്ങനെ വളമിട്ട് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെറുതെ അതങ്ങനെ പൂത്ത് നിൽക്കുക തന്നെ ഉള്ളൂ. ഒന്നും അങ്ങനെ അതിനെ ഇച്ചിട്ടൊന്നും കെയർ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇത്തിരി നന്നായി കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം നമ്മളത് ഇവിടെ നിന്ന് മാറ്റി വെക്കാനാണ് കേട്ടോ. ഈ പുറത്തുനിന്ന് അപ്പുറത്തേക്ക് എടുത്ത് വെച്ചാലെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ആ ഒരു സൈഡിലാകുമ്പോൾ റോട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾക്കൊന്ന് കാഴ്ചയുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡാണേ. അപ്പോൾ ഇതായി ഇതിന് പോകുമ്പോൾ കണ്ടാവും. അപ്പോൾ അങ്ങനെ അതിലൂടെ ആൾക്കാർ നടക്കുമ്പോഴൊക്കെ ഒന്ന് ഭംഗിയിൽ കാണുകയും ചെയ്യും. പിന്നെ ഇച്ചിരി കൂടെ ഒന്ന് സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. ചെടികൾ ഇങ്ങനെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അതിനങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ കെയർ ചെയ്യുന്നില്ല. അത് കാരണം തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറുണ്ടാവുമൊന്നുമില്ല. ഭയങ്കര മടിയാണ്. അത് നാശമായി പോണ് കാണുമ്പോൾ പിന്നെ ഭ്രാന്ത് വരുള്ളൂ കേട്ടോ അതിന് നിൽക്കാൻ. ഇത് അടീനിയാണ്. ഇതിനിടയിൽ 2 അടീനിയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ചെടികളൊന്നുമില്ല. കാശൊക്കെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെടിയൊക്കെ മേടിച്ച് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മുടെ വീടിൻ്റെ 2 സൈഡിലായിട്ട് ഇവിടെ നമ്മളങ്ങനെ ചെടി വെക്കാനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ അതിനകത്ത് സ്പൈഡർ പ്ലാന്റ് ഉണ്ടല്ലോ, അതാ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കാട് പിടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് എനിക്കെന്താ അപ്പോൾ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ ഞാൻ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ വെച്ചതാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇതിനെന്താ പേര് പറയുന്നത് എനിക്കറിയില്ലേ, എന്തോ പറയും, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതും എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ടൊരു കംഫർട്ടബിളായി തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അതിനകത്ത് ഏത് ചെടി വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങളീ കാണുന്ന വ്ളോഗ് പല ദിവസത്തെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, മുറ്റത്തൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നേരത്തെ പണിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പണി കഴിയുമ്പോഴത്തേനും ഒരു ദിവസവും, പിന്നെ നമ്മൾ അടുത്ത പണി ചെയ്യുമ്പോഴത്തേനും അത് വേറെ ദിവസവും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പല വേഷത്തിലും കാണാൻ പറ്റും കേട്ടോ. കുറേ പട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് വേനലാകുമ്പോഴത്തേന് തൊടി കാണുമ്പോഴത്തേന് ദേഷ്യം വരുള്ളൂ. ആകെ പട്ടയും വിറകൊക്കെ നിറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ചൊക്കെ മഴക്കാലത്തേക്ക് നമുക്ക് പട്ടൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് കൊത്തിയൊക്കെ കെട്ടിയെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആരുടെയും വരാൻ വേണ്ടി കൊണ്ടുപോകാൻ പറയണം കേട്ടോ. അല്ലാണ്ട് ഒരുപാടൊന്നും വെറുതെ കെട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിൽ തെങ്ങും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട് ഒരു വൃത്തിയിലുണ്ടാവില്ല എന്ന് വിചാരിക്കും ഞാൻ. സംഭവം നല്ലതാണ് വിറക് കത്തിക്കാനൊക്കെ. പക്ഷേ നമുക്ക് ഇങ്ങനെ പട്ടയും പാളൊക്കെ അവിടെ ഇവിടെയും കിടക്കണോ ദേഷ്യം വരുള്ളൂ. അപ്പോൾ കുറച്ച് പട്ടൊക്കെ ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻഷാല്ലാ വർഷക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പട്ടൊക്കെ ആവശ്യമാണല്ലോ. പിന്നെ ഒരുപാടൊന്നും കെട്ടി വെച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അതിന് മാത്രം സൗകര്യമുള്ളൊരു വിറക് വരയല്ല നമ്മുടെ. കാരണം നമ്മൾ ചെറിയതായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയൊരു വിറക് വര എന്ന് പറയുന്ന രൂപത്തിലൊന്നും നമ്മൾ വിറക് വര ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു അയാളുടെ കുറച്ച് കമ്പികൾ കൊടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ കൊപ്ര ആട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചകിരിയാണ് ഇടയ്ക്ക് കിടക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചാക്കിലാക്കി വെക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. എന്നാലാണ് ഈ ഒരു പുറം വൃത്തിയാവുള്ളൂ. ഈ ഒരു പുറം കുറേ കച്ചറായിട്ടൊക്കെ കിടക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല.
നമുക്കൊരു ഞാൻ പറഞ്ഞില്ല വിറക് പെരായിട്ടൊരു പെരയില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുന്ന് കേട്ടോ. അടക്ക, തേങ്ങ, മാങ്ങ, ചിരട്ട എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പിന്നെ ഉമ്മയുടെ കുറേ തേനീച്ചയുടെ കൂടുകളുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഈ പെട്ടിയിൽ കുറേ കാണുന്ന സാധനങ്ങളൊക്കെ അതാണ്. കുറേയൊക്കെ ഞാൻ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. തേനീച്ചയുടെ കൃഷി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 10-50 കൂടിൻ്റെ മേലെ ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ടാവും. കുറേയൊക്കെ ഉണ്ടായി, ഒരുപാട് 50 കൂട് 60 കൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയിട്ടിപ്പോൾ അധികമൊന്നുമില്ല. അപ്പോൾ കുറച്ച് എന്തെങ്കിലും കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ ഒതുക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിതാ ചകിരിയൊക്കെ കുറേയൊക്കെ ചാക്കിലാക്കി. ഇനി ചകിരി കുറച്ചും കൂടെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ചാക്ക് എനിക്ക് പിന്നെ കിട്ടിയില്ല. അപ്പോൾ അതിനിപ്പോൾ അങ്ങനെ 4 ദിവസം കത്തിച്ചാൽ അത് കഴിയാനുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് വിറക് വെച്ചിട്ട് അങ്ങനെ അടുപ്പ് കത്തിക്കൊന്നുമില്ല. ഒരു കൊള്ളി വിറക് വെച്ചിട്ട് പിന്നെ അങ്ങനെ ചകിരി ഇട്ട് കത്തിക്കുള്ളൂ ചെയ്യാം കേട്ടോ. നമ്മളിത് ആ വിറക് വിലക്ക് ഒരുവിധം ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് തേങ്ങ ഇടാൻ ആൾ വന്നത്. അപ്പോൾ ആ തേങ്ങ ഒക്കെ ഞാനെടുത്ത് കുറച്ച് ഇതിന് താഴെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ബാക്കി പിന്നെ അവിടെ തന്നെ ഇട്ടു. അതിപ്പോൾ പൊളിച്ചിട്ട് അവിടെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊക്കെ ഒന്ന് ഉടച്ചിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം. നമുക്കറിയാമല്ലോ, കഴിയുന്നതും എണ്ണ പുറത്തേക്ക് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിയുമ്പോഴത്തേനും ആട്ടാലോ എണ്ണ കഴിയുമ്പോഴത്തേനും അടുത്ത എണ്ണ ഉള്ളത് ആട്ടാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം ഒന്നുമില്ല, ഒരു 100 തേങ്ങ അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ കുറച്ച് മണ്ണുള്ള ഭാഗമുള്ള, ബാക്കിയുള്ളതൊക്കെ ഒരു ഏതാണ്ട് കട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മെറ്റലിടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് മെറ്റൽ എന്തിൻ്റെ കൊണ്ടുവന്നതിൻ്റെ ബാക്കിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കും ചെയ്യും. അപ്പോൾ അതവിടെ നിന്ന് ഒഴിയുകയും ചെയ്യും, ഇവിടെ വൃത്തിയാവും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് തട്ടാമെന്ന് വിചാരിച്ചിട്ട് അതിനൊരു ചെറിയൊരു സെറ്റിങ്സിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുള്ള. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നോമ്പൊക്കെയായി എല്ലാവർക്കും ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നോമ്പൊക്കെ എടുക്കാൻ സാധിക്കട്ടെ. കാരണം നല്ല ചൂടാണ്, നമുക്കറിയാമല്ലോ, നല്ല ചൂടാണ്. അപ്പോൾ നല്ല ധാരാളം വെള്ളം കുടിക്കുക, തണുത്ത ആഹാരം കഴിക്കുക, ഒരുപാട് പൊരിച്ചതും വറുത്തതൊന്നും കഴിക്കരുതെന്നാണ് പറയണത്. ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ അവിടെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊരിച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരുവിധം ആളുകളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ ബൈ ബൈ.